നരകത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. തലല്ലാളി കത്തുന്ന നരകത്തെ നിങ്ങളോട് മുന്നറിയിപ്പ് തരികയാണ്. പരാജിതനല്ലാതെ നരകത്തിൽ കടക്കൂല. ആരാണ് പരാജിതനെന്നറിയോ? ഏഴാകാശങ്ങളിൽ മുകളിൽ നിന്നുകൊണ്ട് തമ്പുരാൻ ഈ സ്ത്രീയുടെ വേദന കേട്ടിട്ട് മറുപടി ഇറക്കി കൊടുത്തതാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏതോ ഒരു സന്ദർഭത്തിൽ അന്നത്തെ തലാഖിന് പകരമുള്ള വാചകം, ലിഹാറിന്റെ വാചകം ഉരുവിട്ടപ്പോൾ, അന്തിക്കല്ലഗിരി ഉമ്മി, എടീ നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എനിക്കെന്ന് പറഞ്ഞു. തൊലാഖിന്റെ മറ്റൊരു വെർഷനാണ്. ആ വാക്ക് കേട്ടപ്പോൾ ഇനി നിങ്ങൾ എന്നെ സമീപിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ്, ദീനീ ബോധമുള്ള ആ ഖൗലത്ത്, ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ മക്കളെ ഓർത്തിട്ടൊരു നിയമം എന്നോട് പറയണം. എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ എന്റെ മക്കളെ വിട്ടാൽ എന്റെ ഭർത്താവിന് മതബോധം കുറവാ. എന്റെ മക്കളെ പിഴച്ചു പോകും നബിയേ. എന്റെ കൂടെ എന്റെ മക്കൾ നിന്നാലോ അവർക്ക് ആഹാരം കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്പത്തില്ല. ഞാൻ പാവപ്പെട്ടവളാണ്, എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും വിള്ളൽ വീണിട്ടുണ്ടോ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്കറിയില്ല, അള്ളാഹു ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ഖൗലത്ത് റളിയല്ലാഹു അൻഹ ഇറക്കി വിടുമ്പോ പുറത്തേക്ക് ഇറങ്ങി നിന്ന് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ഖൗലത്ത് റളിയല്ലാഹു അൻഹ ദുആരക്കുന്നു, റബ്ബേ, എന്റെ ഭർത്താവ് ഔസ് ബിൻ സാമിത്തിന്റെ വിഷയത്തില്, ഈ പാവപ്പെട്ട ഖൗലത്ത് ബിൻത് സഅലബയുടെ ആ വിഷയത്തില് നീ ഒരു തീരുമാനം തരണേ തമ്പുരാനെ, നീ ഒരു തീരുമാനം തരണേ തമ്പുരാനെ. എന്റെ മക്കള് പാവപ്പെട്ട മക്കളാണ്, വഴിയാധാരമാണ്. എന്റെ കൂടെ കൂടിയാൽ എന്റെ മക്കൾക്ക് സമ്പത്തില്ല, ഭക്ഷണമില്ല. എന്റെ ഭർത്താവിന്റെ കൂടെ വിട്ടാൽ എന്റെ പ്രിയപ്പെട്ടവന് വയോധികനാണ്. എന്റെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്റെ മക്കൾ എനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് തമ്പുരാനെ എന്റെ വിഷയം നീ ഒന്ന് കേൾക്കണേ അല്ലാ. ഈ അങ്ങോട്ട് ദുആ കഴിഞ്ഞപ്പോൾ നബിതങ്ങളുടെ നെറ്റിത്തടപ്പിൽ വിയർപ്പ് കണങ്ങൾ പ്രകടമാവുകയാണ്. നസലൽ അമീനു മലക്ക് ജിബ്രീൽ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഓതിക്കൊടുക്കുന്നു, നബിയേ, അങ്ങയുടെ മുമ്പിൽ വന്ന് സങ്കടം ബോധിപ്പിച്ച ഖൗലയെ തിരിച്ചു വിളിക്കൂ നബിയേ. എന്നിട്ട് പറയൂ നബിയേ, ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. പറയൂ നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ നിയമനിർമ്മാണം നടത്തിയ പെണ്ണാണ് ആ പെണ്ണ്. ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുക്കുന്നതിന് കാരണക്കാരിയായ പെണ്ണ്. ആ പെണ്ണ് എത്ര പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കും. ആ സ്ത്രീ എന്നെ വിടാതെ പിന്തുടർന്നാലും ഞാൻ അനുസരിക്കും. കാരണം അല്ലാഹു ഒരായത്ത് ആ സ്ത്രീയുടെ കാരണത്താൽ ഇറക്കി കൊടുത്തതാണ്. ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞ ഒരാൾ, ഖുർആൻ പഠിച്ച സഹോദരിയെ തല്ലിയ ഒരാൾ, അവസാനം തന്റെ മനോഹരമായ ദീർഘവീക്ഷണമുള്ള ആഗ്രഹങ്ങളുടെ മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകൾ പിറക്കപ്പെട്ട് നാമൂസ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഖുർആൻ ഇറക്കി കൊടുത്ത 10ന്റെ മുകളിൽ 20ന്റെ താഴെയുള്ള ആയത്തുകൾ താൻ കാരണം അവതരിക്കപ്പെടുമ്പോഴും ഇല്ല, ഒരൊറ്റ ആയത്ത് ഈ മഹദി കാരണം അല്ലാഹു ഇറക്കി കൊടുത്തു. ആ മഹദിയെ ഞാൻ ബഹുമാനിക്കണ്ടേ, ഖുർആനിനെയല്ല. ഈ മഹദി കാരണം ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുത്തു. മുഴുവനല്ല, ഒരധ്യായമല്ല, ഒരായത്ത് ഈ സ്ത്രീ കാരണം ഇറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു. എന്നെ വിടാതെ പിന്തുടർന്നാലും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമെന്ന് ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഖുർആനിന്റെ വാഹകരെ മുറുകെ പിടിച്ചതുകൊണ്ടോ, പണ്ഡിതന്മാരെ മുറുകെ പിടിച്ചതുകൊണ്ടോ, ഖുർആനിന്റെ പ്രബോധകരെ മുറുകെ പിടിച്ചതുകൊണ്ടോ ഒരാളും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിച്ചോ. നമുക്ക് രക്ഷയാണ്, നമുക്ക് തണലാണ്, നമുക്ക് സാന്ത്വനമാണ്, നമുക്ക് ആശ്വാസമാണ്, നമുക്ക് വല്ലാത്ത ഒരു വികാരമാണ്, നമ്മുടെ വിചാരമാണ്, നമുക്ക് വിജയമാണ്, നമുക്ക് വലിയ ഒരു
താങ്ങാണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മൂന്നാമതായി ഖുർആൻ പറയുന്നു ലാ യജ്തമിഉ ശഖാഉ മഅ മുലാസമത്തിൽ ഖുർആൻ. ഖുർആൻ മുറുകെ പിടിച്ചത് കൊണ്ട് ഒരാളും പരാജയപ്പെടില്ല. മനസ്സിലായോ? 3 കാര്യങ്ങളായി. ഇനി 3 എണ്ണം ഉണ്ട്, ചുരുക്കി പറയാം. 15 മിനിറ്റ് കൂടെയാണ് ഇനി എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആകെ 15 മിനിറ്റ്. 3 കാര്യങ്ങൾ പറയും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. 11:30 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ആകരുത്, ആർക്കും ഒരു ഭാരം ആകരുത്, ആർക്കും ഒരു 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 അലസത ഉണ്ടാകുന്ന രീതിയിൽ സദസ്സ് നീണ്ടുപോകാനും പാടില്ല. സംഘാടകർ ഇൻഷാ അല്ലാഹ് എന്താണോ നമുക്ക് ഇനി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള വിവരം ഇൻഷാ അല്ലാഹ് ഈ സംഘാടകർ എന്നെ അറിയിക്കണം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട മുജീബ് സാഹിബ് വന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 6 സ്ഥലങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടില്ല 6 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ. ഒന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു വയല് കേട്ടിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ആളൊക്കെ കൂടി കുറെ ബ്ലോക്കായി കുറെ പണമൊക്കെ പിരിച്ചു, അതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് അമല് ചെയ്യാൻ എനിക്കോ സംഘാടകർക്കോ നിങ്ങൾക്കോ കിട്ടിയാൽ അതുകൊണ്ടാണ് എനിക്ക് ഒരു ഫലമുണ്ടാവുക, അതാണ് നമുക്ക് ആഖിറത്തിൽ ബാക്കി പത്രമാവുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി പറയുന്നത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. നമ്മൾ ദുആ ചെയ്താൽ ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. മൂന്നാമത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഖുർആനെ മുറുകെ പിടിച്ചോ, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. ഇനി 4, 5, 6 3 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. 4ാമത്തെ കാര്യം ലാ യജ്തമിഉ ശഖാഉ മഅ ഇത്തിബാഇൽ ഹുദാ. സന്മാർഗത്തെ പിന്തുടർന്നാൽ നല്ലൊരു മാർഗം. ഇവിടെ ഇപ്പോ ഈ പ്രവർത്തകർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മുജീബ് സാഹിബിന്റെ അതുപോലെ നവാസ് അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരാണല്ലേ, ദാടിയൊക്കെ നരച്ചെങ്കിലും ചെറുപ്പമാണ്. അപ്പോ ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു നാടകം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 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 മറ്റേതെങ്കിലും ഒരു കാര്യം വെച്ചിരുന്നെങ്കിൽ, ഒരു ഗാനമേള വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വേടനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ തൊപ്പിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇസ്ലാമികമല്ലാത്ത ഒരു പരിപാടി വെച്ചാൽ ഇവരെ മഹല്ലിന്ന് പുറത്താക്കുവോ? ഇല്ലല്ലോ, മഹല്ലിന്ന് പുറത്താക്കില്ല. ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വരുവോ? ഒരു നഷ്ടവും വരാനില്ല. പക്ഷെ ഇവർ ഈ സമയത്തും ഈ പ്രതിസന്ധിയുടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും സാമ്പത്തികമായി പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് നാളെ അല്ലേ കല്യാണം, നാളെ പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന, ലൈവിലൂടെ കാണുന്ന കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത്, നുസ്റത്തുൽ മസാക്കീൻ എന്ന് പറഞ്ഞാൽ അഗതികളെ സഹായിക്കുന്ന ഈ സംരംഭത്തിൽ, മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാളെ ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അത് തങ്ങളുടെ മോളല്ല, പള്ളിയിലെ ഉസ്താദിന്റെ മോളല്ല, മൊല്ലയുടെ മോളല്ല, ലബ്ബയുടെ മോളല്ല, ഈ നാട്ടിലെ ഒരു മുസ്ലിം പെൺകുട്ടിയല്ല. ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച്, പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അതിന്റെ ഫുൾ സാമ്പത്തികം അല്ലേ സ്വർണം, ഭക്ഷണം, അതല്ലേ ഉള്ളു. പിന്നെ വേറെന്താ ഉള്ള? വസ്ത്രം, ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ കൊടുത്തിട്ട് ഇവര് കല്യാണം നടത്തുകയാണ്. ഇത് കാണുന്ന ഈ കൊച്ചുമക്കൾ, ഈ വലിയ ഇക്കമാര് ചെയ്യുന്ന, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്യുന്ന ഈ പരിപാടി ഈ കൊച്ചുമക്കൾ കാണുകയാണ്. ഈ മക്കൾ നാളെ എന്ത് ചെയ്യും? ഇവരുടെ ഈ സന്മാർഗ പാതയിൽ പിന്തുടരും. മനസ്സിലായോ? ഈ സന്മാർഗ പാത അവർ പിന്തുടരും. ഈ മക്കളുടെ മനസ്സിൽ ഇവിടെ നടക്കുന്ന വിവാഹവും സഹായവും മനസ്സിൽ ശിലയിൽ കൊത്തിവെച്ചതുപോലെ, മണലിൽ എഴുതി പിടിപ്പിച്ചതല്ല, ശിലയിൽ കൊത്തിവെച്ചതുപോലെ അവരുടെ മനസ്സിൽ അവർ കുറിച്ചിടും. ഞങ്ങളുടെ ഇക്കമാര് ഇതുപോലെ പരിപാടി വെച്ച ആളുകളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ
നല്ല കാര്യമാണ്, ഇത് നല്ലൊരു പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യം ഇവരുടെ മനസ്സിൽ കണ്ടാൽ ഇവർ അതിനെ പിന്തുടരും. അങ്ങനെ പിന്തുടരുന്നാൽ ലാ യജ്തമിഉ ശഖാ മഅ ഇത്തിബാഇൽ ഹുദാ. സന്മാർഗം എവിടെ കണ്ടാൽ, നല്ല മാർഗം എവിടെ കണ്ടാലും, നല്ല വഴി എവിടെ കണ്ടാൽ, നല്ല സുഹൃതങ്ങൾ എവിടെ കണ്ടാൽ അതിനെ പിന്തുടരുമോ? ഒരിക്കലും പരാജയം സംഭവിക്കില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ. സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, ആദം ഹവ്വ ദമ്പതിമാരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അവരോട് അല്ലാഹു പറയുന്നു, ഫമനിത്തബഅ ഹുദായ, ഞാൻ ഹുദയിറക്കുകയാണ്, സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് തുറന്നു തരികയാണ്, നേരായ മാർഗം നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു തരികയാണ്. ആരാണോ ഫമനിത്തബഅ ഹുദായ, ആ സന്മാർഗ പാതയെ പിന്തുടരുന്നവരാരാണോ, ഫലാ യളില്ലു വലാ യശ്ഖാ, അവരൊരിക്കലും നിർഭാഗ്യവാന്മാരല്ല. അവർ ഈ ലോകത്തും വിജയിക്കും, നാളെ പരലോകത്തും വിജയിക്കുന്നതാണ്. അവര് പരാജയപ്പെടില്ല. നല്ലത് തുടങ്ങി വെച്ചു കൊടുക്ക്, അതിനെ കണ്ട് വളരട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എന്ത് നന്മ ചെയ്താൽ നമ്മൾ എന്താ കരുതിയേ? എത്ര ഉസ്താദുമാര്, മർഹൂം പി കെ യൂനുസ് ഉസ്താദ്, അപ്പുറത്തോട്ട് പോയ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉസ്താദ്, ഇങ്ങോട്ട് വന്നാൽ കോട്ടക്കര ഇബ്രാഹിം കുട്ടി ഉസ്താദ്, ഉമർ കുട്ടി ഉസ്താദ്, അല്ലേ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ്. പിന്നെ ആരാളുള്ളത്? അത് തന്നെ യൂനുസ് മൗലവി ഉസ്താദ്. യൂനുസ് മൗലവി ഉസ്താദിന് ആദ്യം ഞാൻ പറഞ്ഞത്, മൗലവി ഉസ്താദ്, തഴവ ഉസ്താദ്, കോട്ടക്കര ഉസ്താദ്, അതുപോലെ തന്നെ മഹാനായ ഉമർ കുട്ടി ഉസ്താദ്, ഇങ്ങനെ മഹത്വക്കളായ ഉസ്താദുമാർ, ശിഹാബുദ്ദീൻ ഉസ്താദ്, ഈ നമ്മുടെ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന വലിയ വലിയ മഹത്വക്കളായ ഉലമാക്കൾ, ഞാൻ പേരെടുത്ത് ഇവരെ പറയുമ്പോ, ഞാന് ഇവിടെ പഠിക്കുന്ന സമയത്തും വലിയ പരിചയമുണ്ടായിരുന്ന, ഒരുപാട് സ്നേഹത്തോടെ ഇടപഴകുമായിരുന്ന കോയാക്കുട്ടി ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. കോട്ടക്കര അബ്ദുൽ ഹക്കീം ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. അങ്ങനെ ഒരുപാട് പണ്ഡിത മഹാന്മാര്, അവരൊക്കെ മരണപ്പെട്ടു പോയി. നമ്മൾ ചിന്തിക്കും, നമ്മളും മരിച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഒരാള് അമല് ചെയ്തു, ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ അമല് ചെയ്തു, ഈ ചെയ്ത അമല്, ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു ഇതിന്റെ സംഘാടകർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇപ്പൊ മുജീബ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഇവിടത്തെ ഈ ഒരു കൂട്ടായ്മ, അവര് സുബഹി നിസ്കരിക്കുന്നു, ലോഹർ നിസ്കരിക്കുന്നു, അസർ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, ഇഷാ നിസ്കരിക്കുന്നു, പെണ്ണിനെ കെട്ടിക്കുന്നു, മതപ്രസംഗം വെക്കുന്നു, സാധുക്കളെ സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ ഇതിന്റെയൊക്കെ പ്രതിഫലം എവിടെ കിട്ടും? പറ. ഖബറിൽ കിട്ടും, പരലോകത്ത് കിട്ടും. ആർക്ക് സംശയമില്ലല്ലോ. എന്നാൽ അതോടുകൂടി തീർന്നോ? തീർന്നില്ല. പിന്നെയോ, ഇത് കണ്ടിട്ട്, പള്ളിയിൽ പോകുന്ന കണ്ടിട്ട് മക്കൾ നിസ്കരിക്കാൻ തുടങ്ങി, പെൺകുട്ടികളെ കെട്ടിക്കുന്ന കണ്ടിട്ട് നാട്ടിലെ ചെറുപ്പക്കാര്, ചെറിയ കുട്ടികൾ പിന്നെ അതിനെ പിന്തുടരാൻ തുടങ്ങി, അതിനെ പിന്തുടരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ ഒരു തലമുറ അതിനെ ഏറ്റെടുത്തു. അവര് മരിച്ചു 40 കൊല്ലം കഴിഞ്ഞു. ഈ സംഘാടകര് മരിച്ചു 40 കൊല്ലം കഴിഞ്ഞെന്നിരിക്കട്ടെ. അപ്പോഴേക്കും ഈ ഇരിക്കുന്ന മക്കൾക്ക് ഏകദേശം 19 വയസ്സായി. അവരുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. എന്നാൽ ഈ മരണപ്പെട്ടു പോയ ഇതിന്റെ സംഘാടകർ, അവർ നിസ്കരിച്ചതും ഈ പെണ്ണിനെ കെട്ടിച്ചതും ആയ കൂലി മാത്രമല്ല അവിടെ ഖബറിലേക്ക് കിട്ടുക, പിന്നെയോ ഈ മക്കൾ ചെയ്യുന്നതിന്റെ ഒരു വിഹിതം കൂടി അള്ളാഹു കൊടുക്കും. അതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എന്താ പറയുന്നത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചവരെയൊക്കെ നാം പുനർജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമൂ, അവർ ജീവിതത്തിൽ ചെയ്തതെല്ലാം നാം എഴുതി വെച്ചു.
ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാം അള്ളാഹു എഴുതി വെച്ചിരിക്കാൻ കൊടുക്കും കണക്കില്ലാതെ. അത് മാത്രമല്ല നിങ്ങൾ ഓതുന്ന യാസീൻ, ഇന്നോതിയത് നാളെ ഓതുന്നത്, ജീവിതത്തിൽ ചെയ്തത് മാത്രമല്ല, ചെയ്യാൻ പ്രേരണയായി, മറ്റുള്ളവർക്ക് മാതൃകയായി, ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച് മറ്റുള്ളവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൂടി അള്ളാഹു അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 1-ാം നമ്പർ മദ്രസ എവിടെയാ? ചിറ്റുമൂല. ഇതൊക്കെ അറിഞ്ഞൂടെ? തർബിയത്തുൽ അത്ഫാൽ. ഞാൻ അവിടെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ മദ്രസയിൽ അധ്യാപകനായിരുന്നു. അപ്പോ 1-ാം നമ്പർ മദ്രസ തർബിയത്തുൽ അത്ഫാൽ ചിറ്റുമൂല. അതിന്റെ കാരണക്കാരൻ യൂനുസ് ഉസ്താദിനെ പോലുള്ള ദുഷണശാലികളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹാപണ്ഡിതന്മാർ ഇന്നവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു. അധ്യാപകർ ഓതിക്കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുരുന്നു മക്കൾ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര ബിസ്മി അവിടെ വന്നു? മദ്രസ വിടാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. ആ സ്വലാത്തുകൾ എല്ലാവരും ചെല്ലുന്നു. ഇതിനൊക്കെ ആരാ കാരണക്കാർ? യൂനുസ് ഉസ്താദ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനം മാത്രമല്ല മൗലവി നഗറിലെ ആ ഖബർസ്ഥാനിൽ കിടന്ന് ആസ്വദിക്കുന്നത്, മറിച്ച് മദ്രസയിലെ ഓതുന്ന മക്കൾ അവര് ചൊല്ലുന്ന ഒരു സ്വലാത്ത്, അവര് പഠിക്കുന്ന അതെല്ലാം ഇങ്ങനെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആതാറഹും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഫമനിത്തബഅ ഹുദായ, സന്മാർഗത്തെ പിന്തുടര്, ഫലാ യളില്ലു വലാ യഷ്ഖ, നിങ്ങളെങ്ങും പരാജയപ്പെടൂല. സന്മാർഗത്തെ വേണം പിന്തുടരാൻ. അല്ലാതെ ഏതെങ്കിലും എരപ്പാളികൾ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്ന, അത് നമ്മളിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആര് ചെയ്താലും മതി. ഇപ്പൊ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ രീതി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പറയാൻ, ഇനി മുഖം നോക്കി പറയേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല. നിക്കാഹിന്റെ വേദികളിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട്, ഒരു പൂക്കുറ്റി പോലൊരു സാധനമുണ്ട്, അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്, അടിച്ചു വിടുകയാണ്. കാണിക്കുന്ന ഈ പരിപാടി, ആ പ്രവണതയിൽ നിന്ന് ഒരു പെണ്ണിന്റെ വാപ്പ അതൊന്നും വേണ്ട, നിങ്ങളെ മട്ടനോ ഒട്ടകമോ എന്തോ കൊടുത്തോ ആളുകൾക്ക്, അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കണം ആളുകൾക്ക് ഭക്ഷണം. മകളുടെ നിക്കാഹാൻ പരസ്യപ്പെടുത്തിയിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ കൊടുത്തോ? അതൊന്നും ആരും തടസ്സമില്ല. അതൊന്നും മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിക്കാഹിന്റെ സരസിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഹൈന്ദവ കല്യാണങ്ങളിലില്ല, ക്രൈസ്തവ കല്യാണങ്ങളിലില്ല. എവിടെയാ നിക്കാഹ് നടക്കുന്നത്? നാളത്തെ വിവാഹം എവിടെയാണ്? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഈ നോട്ടീസ് കൈകൊണ്ടെടുക്ക്, എന്നിട്ട് നിങ്ങൾ പറ, നാളത്തെ ഇതര സമുദായത്തിലെ പാവപ്പെട്ട സഹോദരിയെ ഇവിടത്തെ നുസ്രത്തുൽ മസാക്കീൻ കല്യാണം കഴിപ്പിക്കുമ്പോ ഇവർക്ക് പറയാമായിരുന്നില്ലേ ഇതിനകത്ത് കല്യാണം വെക്കാമെന്ന്? നടക്കൂല. നിങ്ങളെ പണി നോക്കെന്ന് പറയും അവർക്ക്. ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്താൻ നുസ്രത്തുൽ മസാക്കീൻ സ്വർണം കൊടുത്ത്, കല്യാണത്തിന് കൂടുന്നവർക്ക് നല്ല സദ്യ ഒരുക്കി, സ്വർണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത് ആ പെണ്ണിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി കല്യാണത്തിന്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അല്ലേ? അവിടെ നിന്ന് മാറ്റാൻ നുസ്രത്തുൽ മസാക്കീന്റെ പ്രവർത്തകർക്ക് കഴിയൂല. കാരണം അവരുടെ വിവാഹം നടക്കുന്നത് ക്ഷേത്ര സന്നിധിയിലാണ്. എങ്കിലേ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് കെട്ടാവൂ, താലി കെട്ടാവൂ. നമ്മളതാണെങ്കിലോ വിമാനത്തിന്റെ മുകളില്, കപ്പലിന്റെ അടിയില്, ഓടുന്ന തീവണ്ടിയില്, ബലൂണിനകത്ത്, അറബാനയ്ക്കകത്ത് അല്ലേ, പിന്നെ JCBയുടെ മുകളില്. ഇത്രയും വിവരം കെട്ട ഒരു സമൂഹമായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കല്യാണത്തിൽ ഇതുപോലെ തോന്നിയാസങ്ങൾ കാണിക്കാൻ പറ്റുമോ? ഒരു ഹൈന്ദവന്റെ കല്യാണത്തിൽ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും മദ്രസ ഉണ്ടോ? ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവനും മതപ്രസംഗങ്ങളുണ്ടോ? ഏറ്റവും കൂടുതൽ മദ്രസ നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ, മഹല്ല് നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്റെ മോളുടെ കല്യാണത്തിനും
2 കതിന പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആ മഹല്ലത്തിലെ മണ്ഡപത്തിൽ ആദ്യം കതിന വെടി പൊട്ടിച്ച, അല്ലെങ്കിൽ ഈ കാണുന്ന കോമാളിത്തരം കാണിച്ച ഒരു പെണ്ണിനെ പണ്ടാണ്, നിങ്ങൾ നോക്ക്, എല്ലാം പോയി, തലതിരിഞ്ഞു പോയി. ഇന്ന് പള്ളിയിലേക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? മഴ പെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ പള്ളിയിലേക്ക് മരിച്ചു കൊണ്ടുപോകുന്ന ആളിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? സന്തൂക്കില് അല്ലേ? ഒരു 10-100ഓളം പേരിങ്ങനെ നടന്ന് സന്തൂക്കിൽ ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കൽബ് മുഴുവനും മനസ്സ് മുഴുവനും മരണത്തെ പറ്റി ഓർത്തിട്ട് കാതിൽ കേൾക്കുന്നത് തക്ബീർ, ചുണ്ടുകൊണ്ട് പറയുന്നത് തഹ്ലീല്, അതുപോലെ കണ്ണ് താഴ്ത്തി വെച്ച് കാലുകൊണ്ട് നടന്ന് കൈകൊണ്ട് ചുമന്ന് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാലം മറന്നുപോയി. ഇന്ന് മയ്യത്ത് കൊണ്ടുവരുന്നു, വരട്ടെ മെഹ്റാബിനകത്തോട്ട് ആംബുലൻസ് കയറ്റിയാണ് അല്ലേ, എന്നിട്ട് നീക്കി അങ്ങോട്ട് എറിയാൻ. ഇപ്പൊ സന്തൂക്ക് കൊണ്ടുവരുന്ന എവിടെയെന്നറിയോ? എവിടെയാ? കല്യാണത്തിന് വാ, കാക്കാര മോളെ കല്യാണത്തിന് വാ. പുതിയാപ്പള വന്നു, അപ്പോഴേ വെടി പൊട്ടിച്ച് അവനകത്ത് കയറ്റി. ഈ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായി വരികയാണ്. ഇതങ്ങോട്ട് ഒരടി അങ്ങോട്ട് അടിച്ചു കൊടുത്ത് കത്തിപ്പോയാൽ എത്ര സ്ഥലത്ത് കത്തിയിരിക്കുന്നു, എന്നാലും പഠിക്കൂല. കത്താതിരിക്കാൻ രാവിലെ യാസീൻ ഓതിയിട്ടാ പോണത്. കാരണം ഓൺലൈനിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കല്യാണത്തിലെ മണ്ഡപത്തിൽ തീ കത്താതിരിക്കണമെങ്കിൽ ഇന്നതിൽ ചെല്ലിയാ മതി. ഈ പുതിയാപ്പള സ്റ്റേജിലേക്ക് വന്ന് നിക്കാഹ് കാട്ടിക്കൂട്ടിയിട്ട് പോകുമ്പോ പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്ക്, സന്തൂക്കിനകത്താണ് അല്ലേ? പുതിയ പെണ്ണിനെ സന്തൂക്കിനകത്ത് കൊണ്ടുവരികയാണ്. ധാരുടെ പാരമ്പര്യമാണ്. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇന്ന് പിന്നാലെ വരുന്ന ഓരോ പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി, എന്റെ കല്യാണത്തിനും സന്തൂക്ക് വേണം അല്ലേ? പൂപ്പന്തല്ല് കെട്ടിയിട്ട് 4 കാലിലിങ്ങനെ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ എങ്ങനെ ഇരുത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഓ, ഖത്തീബുമാരുടെ ഗതികേട് എന്ത് ചെയ്യാനാ? ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് ഖത്തീബ് അൽ ഫാത്തിഹ ഒരടി അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുക്കുക, ഇല്ലേ ജോലി പോവും. നല്ല സമയത്ത് തെങ്ങി കയറാൻ പഠിച്ചോ? ഇല്ല. ഇതിന് വല്ല ജോലി അറിയോ? ഒന്നും അറിഞ്ഞൂടാ. പാവം. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എനിക്കറിയാം ഇത് നാളെ ക്ലിപ്പാവും, വിവാദമാവും. ആ വിവാദങ്ങളെ ഞാൻ എനിക്ക് കിട്ടുന്ന അനുമോദനങ്ങളായി, അംഗീകാരമായി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതൊരു സമൂഹം ചെയ്താൽ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ഈ ചെയ്തതിന്റെ ശിക്ഷ മാത്രമല്ല, മറിച്ച് പിന്നീട് ചെയ്യുന്നതിന്റെ ശിക്ഷ കൂടി. നീ ചെയ്തതിന്റെ അടി നിനക്ക് കിട്ടും, വാസാറഹു നീ കാട്ടിക്കൊടുത്തതിന്റെ അടി നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്തു വേണം? സന്മാർഗത്തിന്റെ വഴി മാത്രം നീ തെരഞ്ഞെടുക്കണം. ഇവിടെയും പരാജയമില്ല, അവിടെയും പരാജയമില്ല. 5-മതായിട്ട് വിശുദ്ധ ഖുർആൻ പറയും, ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള് പരാജയപ്പെടില്ല. കഠിനമായ ശക്തമായ പേമാരി പെയ്തിറങ്ങി. ആ പേമാരിയിൽ ഒരു വീട് തകർന്നുപോയി, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടൊരു കുടുംബം മുഴുവനും നശിച്ചുപോയി. ഞാൻ കണ്ടു സഹോദരങ്ങളെ, വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ പാവപ്പെട്ട സഹോദരങ്ങളുടെ വീടും അവരുടെ സ്ഥലവുമൊക്കെ കാണാനിടയായി. കഴിഞ്ഞ വർഷം മേപ്പാടിയിൽ ഈ ദുരിതം നടന്ന മേഖലയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടിയിൽ 2 ദിവസത്തെ പ്രസംഗത്തിന് പോയി. മനഃപൂർവ്വം ബോധപൂർവം 2 ദിവസം കൊടുത്തു. എന്തിന്? 1-ാമത്തെ ദിവസം അവിടെ എത്തിച്ചേർന്നു, പ്രസംഗം കഴിഞ്ഞ് വിശ്രമിച്ചു. 2-ാം ദിവസം പകല് ദുരന്തം നടന്ന പ്രദേശങ്ങൾ മുഴുവനും സന്ദർശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുണപാഠമാണിത്. ഇതൊരു ഗുണപാഠമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ നൂഹ് നബിയുടെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് വെള്ളം കൊണ്ടാണ്, ഇല്ലേ? അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി, ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ നിന്ന് വെള്ളം വിണ്ട് കീറി പൊട്ടി വന്നു. അതേ വെള്ളം കൊണ്ട് ആരെ രക്ഷപ്പെടുത്തി? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി അള്ളാഹ്. ഒരേ സമയം വെള്ളം അള്ളാഹു നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചു, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗശമനമാക്കി. ഇതാണ് അള്ളാഹ്. ഉരുൾപൊട്ടി, കോവിഡ് വന്നു, സുനാമി വന്നു. ഇതൊക്കെ വരുമ്പോഴൊക്കെ ഇതൊക്കെ ഗുണപാഠമാണ്.
ഈ ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നമ്മൾ ഊഷ്മളമാക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ. ഫദക്കിർ നബിയെ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ നബിയെ, അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഇൻ നഫഅതി ദിക്റാ, അവർക്ക് ഉപകാരപ്പെടും, അവർക്ക് ഗുണപ്പെടുന്നതാണ്, അവർക്ക് ഗുണപ്പെടുന്നതാണ്. സയദ്ദക്കറു മൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ആ ഉപദേശം ഉപകാരപ്പെടും, അവർക്ക് ഉപകാരപ്പെടും. വയതജന്നബുഹൽ അസ്ഖാ, പരാജിതൻ ഇതിൽ നിന്ന് അകറ്റപ്പെടും, പരാജിതൻ ഇതിൽ നിന്ന് അകറ്റപ്പെടും. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനാണോ ഗുണപാഠം ഉൾക്കൊള്ളാത്തവൻ, അവൻ പരാജിതനാണ്. ഗുണപാഠം ഉൾക്കൊണ്ടാൽ നമ്മൾ പരാജയപ്പെടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു വീട്ടിലൊരു മരണം നടന്നാൽ അതൊരു ഗുണപാഠമാണ്. ചെറിയ കുട്ടി മരിച്ചു. ഞാന് ഇവിടെ പഠിക്കുന്ന സമയത്താണ് പല വേദികളിൽ ഞാനത് പറയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ എന്ത് അസുഖം വന്നാലും പോകുന്ന ചില ആശുപത്രികളുണ്ട്. ആ ആശുപത്രിയിൽ ഞങ്ങൾ പോകുമ്പോ അവിടെ ഒരു കുട്ടി കിണറിൽ വീണു. കിണറിലേക്ക് വീണുപോയ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്ന കണ്ട് ഉമ്മ. കുറച്ചു കഴിഞ്ഞ് കുട്ടിയെ കാണാനില്ല. ആ കുട്ടിയെ കാണാതില്ലാതെ വന്നു. 4 സൈഡും ഓടി നടക്കുന്നു. ഉമ്മയ്ക്ക് കുട്ടിയെ കാണാനില്ല. അവസാനം ഈ കിണറിന്റെ മുകളിലിട്ടിരിക്കുന്ന വല ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന കണ്ടപ്പോ താഴേക്ക് വന്ന് നോക്കുമ്പോ കിണറിൽ ആ കുട്ടി വീണു. 2 തവണ മുങ്ങിപ്പോയ കുട്ടി മോട്ടറിന്റെ പൈപ്പിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കിടന്ന് നിലവിളിച്ചു. ആളുകൾ വന്നു കുട്ടിയെടുത്തു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. തൊട്ടടുത്തല്ലേ, അവിടെ കൊണ്ടുവരുമ്പോ ഈ സന്ദർഭത്തിൽ നമ്മൾ അവിടെ ഉണ്ട്. എന്താ സംഭവം? വർഷങ്ങൾ എത്ര കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ? 2005-ലോ 2006-ലോ ഒക്കെയാണ്. ആ സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കുട്ടി പെട്ടെന്ന് തന്നെ കൊല്ലം ആ ആശുപത്രിയിലേക്ക് വിടുന്നു, താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്ക് യാതൊരു നിലയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വയറിലൊക്കെ നെക്കി രണ്ട് പ്രാവശ്യം അതിന് ആവശ്യമായ കരുതലുകളൊക്കെ എടുത്തപ്പോഴേക്കും വായിലൂടെയൊക്കെ വെള്ളം തെറിച്ചു. ആ കുട്ടി രക്ഷപ്പെട്ടു. കിണറിലേക്ക് വീണ കുട്ടി രക്ഷപ്പെടുകയാണ്. 2 തവണ പൊങ്ങിയ കുട്ടിയാണ്, രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴും അവിടെ തൊട്ടടുത്ത് മറ്റൊരു കുട്ടിയെ കൊണ്ടുവന്നു. മരിച്ചുപോയി ആ കുട്ടി എങ്ങനെയാ മരിച്ചത്? ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണിട്ട് ആ കുട്ടി മരിച്ചു. മുറ്റത്തു വെച്ചിരുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണിട്ടൊരു കുട്ടി മരിക്കുന്നു. കിണറിൽ 2 തവണ മുങ്ങിപ്പൊങ്ങിയ കുട്ടി രക്ഷപ്പെടുന്നു. ഇത് ഗുണപാഠമല്ലേ? ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗുണപാഠം നമ്മുടെ മുമ്പിൽ വന്നു പോവുകയാണ്. നമ്മൾ അറിയുന്നില്ല, വന്നു പോകുന്നു ഗുണപാഠങ്ങൾ. ആ ഗുണപാഠങ്ങൾ വരുമ്പോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ഇവിടെയും പരാജയപ്പെടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. സഹോദരങ്ങളെ, ഒരുപാട് ഗുണപാഠങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അതൊന്നും പറയാനുള്ള സമയമില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. 6-മതായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യജ്തമിഉ ശഖാഉ, പരാജയം ഒരിക്കലും സംഭവിക്കാത്ത 6-മത്തെ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യജ്തമിഉ ശഖാഉ മഅത് തഖ്വ. ഭക്തിയോടെ ജീവിച്ചാൽ, തഖ്വയുണ്ടെങ്കിൽ പരാജയപ്പെടില്ല. തഖ്വയുണ്ടെങ്കിൽ പരാജയപ്പെടില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? പേടി എന്നാണ് അർത്ഥം. അള്ളാഹ് എന്തിനാ പേടിക്കുന്ന? പട്ടിയെ പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? പട്ടിയെ പേടിയുള്ള ഒരാൾ എന്താ ചെയ്യാ? പട്ടിയെ കാണുമ്പോ ഓടും. സിംഹത്തെ പേടിയാണെങ്കിൽ ഓടും. കടുവയെ പേടിയാണെങ്കിൽ ഓടും. പാമ്പിനെ കണ്ടാൽ പേടിയാണെങ്കിൽ ഓടും. അപ്പൊ അള്ളാഹെ കണ്ടാൽ എന്ത് ചെയ്യണം? പേടിയാണെങ്കിൽ ഓടണോ? അള്ളാഹെ പേടിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പട്ടിയെ കണ്ട പേടിക്കുമ്പോൾ ഓടണമെന്നാണോ? ബാക്കിയെല്ലാം പേടി ഉണ്ടാകുമ്പോ അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ അള്ളാഹുവിനെ പേടിയാണെങ്കിലോ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് അവനിലേക്ക് നമ്മൾ ഓടണം. അപ്പൊ അതുകൊണ്ട് പേടി എന്ന് പറയുന്ന തഖ്വയ്ക്ക് നല്ല ഒരു പദമല്ല. തഖ്വ വേണം, അവിടെ പേടി വേണം. അള്ളാഹെ പേടിക്കാൻ എന്താ? അള്ളാഹു താല ഈ ട്രംപിനെ പോലുള്ള എന്തെങ്കിലും വലിയ ഭീകര ജീവിയാണോ?
അള്ളാഹു ബെന്യാമിൻ നെതന്യാഹുവിനെ പോലെ എന്തെങ്കിലും ഭീകരനാണോ? പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ ചോര കുടിച്ച് ചോരയും നീരും വെച്ച ബെന്യാമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ പോലെ ക്രൂരനാണോ പടച്ചതമ്പുരാൻ? അല്ല. ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ, നമ്രൂദിനെ പോലെ, ഫിർഔനെ പോലെ ക്രൂരനാണോ? അല്ല. പിന്നെ അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ നമ്മൾ പറയാറുണ്ട് ഭക്തി. തഖ്വ എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ല. അത് വ്യാപകമായ ഒരു പേരാണ്, ഭക്തി സാന്ദ്രമായ, അല്ലേ? അതൊക്കെ കോമൺ പേരാണ്. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ മനസ്സിലാക്കിക്കോ. ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനെ ഭൂമിയിൽ പേടിക്കുക. ശ്രദ്ധിച്ചോ, ആഖിറത്തിൽ ഇടങ്ങേറുണ്ടാകുന്നതിനെ ഭൂമിയിൽ പേടിക്കുക. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ആഖിറത്തിൽ പിടിച്ചു നിർത്തുമെന്ന് പേടിയുണ്ടെങ്കിൽ ദുനിയാവിനെ അതിനെ സൂക്ഷിക്കണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ നമ്മൾ മുറുകെ പിടിച്ചാൽ, ആ ഭയഭക്തിയോടെ നമ്മൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ ആ ഭയത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അസ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ വസയുജന്നബുൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, നരകത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. തലല്ലാളി കത്തുന്ന നരകത്തെ നിങ്ങളോട് മുന്നറിയിപ്പ് തരികയാണ്. ലാ യസ്ലാഹാ ഇല്ലൽ അസ്ഖാ. പരാജിതനല്ലാതെ നരകത്തിൽ കടക്കൂല. ആരാണ് പരാജിതനെന്നറിയോ? അല്ലദീ കദ്ദബ വതവല്ല. കളവാക്കുന്നവനും വതവല്ല, അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞു പോകുന്നവനുമാണ്. വസയുജന്നബുൽ അത്ഖാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവനെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. അല്ലദീ യുതി മാലഹു യതസക്കാ. അല്ലാഹു പറയുന്നു, അവന്റെ സമ്പത്ത് ദീനിന്റെ മാർഗത്തിൽ പാവങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ, അതുപോലെ മറ്റുള്ള നന്മയായ കാര്യങ്ങൾക്ക് അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് തഖ്വയുള്ളവർ. അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും. ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവനാകില്ല. അള്ളാഹു മുത്തഖീങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.